ഇതാണ് ഗൈസ് നമ്മുടെ ഹായ്. പട്ടിക്ക് ഇങ്ങനെ ഹായ് കാണിക്കാൻ അറിയണം. हिंदी हाँ हिंदी आती है. नेक्स्ट संडे हमको आउटिंग है. आप आना. ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളെല്ലാം കൂടി ഞങ്ങളുടെ എക്സാം വരുവാണ്. ഇനി 2 ദിവസം ഞങ്ങളുടെ എക്സാമാണ്. അപ്പോൾ ഞങ്ങളിന്ന് പള്ളിയിൽ പോയിട്ട് വരാമെന്ന് കരുതി. നിങ്ങൾ അനുഭവിച്ചാലും പോകാൻ പോകുന്നത് പള്ളിയിലാണ് ഗായ്സ്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അപ്പൊ നമ്മളുടെ ദീപിനുണ്ട്, അൽബീന. അൽബീന നമ്മളോട് 2 വാക്ക് പറയുന്നതായിരിക്കും. എന്റെ അമ്മൂമ്മ പെറ്റു, വീട്ടിലെ പോത്ത് പ്രസവിച്ചു, കോഴിക്ക് മുല വന്നു, പോടാവൂളെ. നമസ്കാരം. സുഖം. അപ്പോൾ ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് തന്നില്ല ഗൈസ്. ബിസ്ക്കറ്റ് തരാം. എന്തൊരു പറമീനു. പള്ളിയിൽ പോവാണ് ഗൈസ്. എക്സാം ചൊവ്വാഴ്ച. നമുക്ക് പഠിക്കാം. പള്ളിയിൽ പോയി പഠിക്കാന്ന് വിചാരിച്ചാൽ പള്ളിയിൽ നിന്ന് ഫുൾ സൈലൻസ് ആണ്. അപ്പൊ നമുക്ക് കൂടുതൽ പഠിക്കാം. എങ്ങനെ ഇതൊക്കെ എന്ത് നിങ്ങൾ ട്രൈ ചെയ്ത് തുണ്ടൊന്നുമില്ല. ഞാൻ സത്യസന്ധമായിട്ട് പരീക്ഷ പഠിക്കാനാണ് ഇങ്ങനെ 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 9 തൊട്ട് 10 മണി കൊള്ളു. വാ വണ്ടി വരാറാണ്. വണ്ടി വിളിക്കാൻ പോകുന്ന അൽബീനെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ബീബിനെ ഓടിക്കേറാണ് കൈസ്. ആദ്യം തന്നെ എല്ലാ വണ്ടിയിലും ആദ്യത്തെ സീറ്റ് അവൾക്ക് വേണം. ശരി, വീണ്ടും ഇവള് അങ്ങനെ ജിം റൂട്ടിനൊക്കെ ഹായ് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. തുറന്നിട്ടോ മീനു. എത്ര വർഷം പഴക്കമുള്ളത് വെച്ച് മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതിന്റെ ഇടയ്ക്കൂടെ സ്നാപ്പ് എടുക്കുന്ന വേറെ സ്നാപ്പ് എഡിറ്റ്. ഹനാൻഷാടെ പാട്ട്. ചിറാപ്പൂഞ്ചി ഹനാൻഷാ. നമ്മുടെ മാപ്പിനെ ഗ്ലാസ് വഴി കാണുന്നുണ്ടോ ഗൈസ് നിങ്ങള്? മാപ്പ് വലിയ സീരിയസ് ആണ് നമ്മുടെ മാപ്പ്. അതാ പഠിച്ചതെല്ലാം റിവൈൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ നമ്മുടെ മാപ്പ് അവിടെയാണ്. ഞങ്ങളുടെ എക്സാമിന് വെറും 2 ദിവസം. എല്ലാവരും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം. അതെ, പാസ് ആവണേന്ന്. ഇപ്പൊ സമയം 8:55 ഗൈസ്. ഞങ്ങൾ 8 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇതുവരെ എത്തിയിട്ടില്ല. എൻ്റെ തിരിച്ച് 10 മണിക്ക് ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തേണ്ടതാണ്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഫുള്ള് ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന ഗൈസ്. പാട്ടുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നത്. പക്ഷെ ഇതുവരെ ഞങ്ങൾ പള്ളിയിൽ എത്തിയിട്ടില്ല ഗൈസ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ റീച്ച് എത്തിയായിരിക്കും ഗൈസ്. ഇറക്കടി, ഞങ്ങളെ കൂടി ഇറക്കടി. കാറ് പൊളിച്ചിറക്കില്ല പുള്ളിക്കറിയത്തില്ല. വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറെ പിള്ളേര്. ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. ഇനി ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. നമുക്ക് പറയാനൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. നടന്ന് വർത്താനൊക്കെ പറയുമ്പോ 5 മിനിറ്റ് കഴിച്ചു. നമ്മള് വർത്താനൊക്കെ പറയുമ്പോ 10 മിനിറ്റ്. കാർമാമൻ കാറ്റ് എടുക്കില്ല. ഇവർക്ക് അങ്ങനെ അസുഖമുണ്ട്. ഇവിടെ മെൻഷൻ അടിക്കുക ഗൈസ്. ആരെ കണ്ടാലും ടാറ്റ കൊടുക്കണേ. ടാറ്റ കൊടുക്കുന്ന ഒരു ഫ്രണ്ടിനെ മെൻഷൻ. ടാറ്റ എടുക്കുമ്പോ അവത്തെ ആ ദിവസം നല്ലതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും കാണുമ്പോൾ ടാറ്റ കൊടുക്കണം ഗൈസ്. ഇങ്ങനെ കല്ലും മുള്ളും താണ്ടി ഞങ്ങൾ പോവുകയാണ് ഗൈസ്. കുറച്ച് ദൂരം നടക്കാനുണ്ട് ഇവിടുന്ന്. എപ്പോൾ എത്തുമോ എന്തോ. എന്തായാലും ഞങ്ങൾ വെച്ച വഴി ഒറ്റ ഓട്ടം വെക്കുന്നില്ല. ഓടാൻ വയ്യ അതുകൊണ്ടാണ്.
ബാംഗ്ലൂരിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല, ഉണ്ടോയെന്നൊന്നും നോക്കത്തില്ല. എല്ലാവരും മൂലക്കോട്ടായിരിക്കും ഇടിച്ച് കയറ്റുന്നത്, ഫോൺ കൊണ്ടുവന്നൊക്കെ അടിക്കുന്നത്. ഞാൻ നേരെ ഞങ്ങൾ മെഴുകുതിരി മേടിക്കണം. അമ്മയ്ക്ക് കറിയൊക്കെ മെഴുകുതിരി വാങ്ങാനാണോ? പുറത്ത് നിൽക്കുന്നത് ആ കുർബാനയാണ്. ഞങ്ങളങ്ങനെ പള്ളിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. പക്ഷെ കുർബാന നടക്കുവാണ്, ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. കുർബാന തീരാറായപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത്. ലാസ്റ്റ് ഇതാ ഈ ഒരു സ്ക്രീനിൽ കാണാനായിരുന്നു ഞങ്ങളുടെ വിധി. പിന്നെ അവർക്കൊക്കെ കുറച്ച് നേർച്ച ഉണ്ടായിരുന്നു മെഴുകുതിരി കത്തിക്കാനൊക്കെ ആയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ അങ്ങ് ഇറങ്ങി. സത്യം പറഞ്ഞല്ലോ, എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ, കുഴിഞ്ഞിരിക്കുക, ഡാർക്ക് സർക്കിൾസ് ആയിട്ട് ഫുള്ളായി. ഓ, രാത്രിയൊക്കെ ചോര നേരെയാക്കിയിട്ടായിരുന്നു പഠിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു റിലീഫാണ് ഈ പള്ളി. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത ചേട്ടൻ തന്നെ വീണ്ടും വന്നു. നേരത്തെ ബുക്ക് ചെയ്ത ചേട്ടൻ തന്നെ വീണ്ടും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു ഗൈസ്. ശരി, പോക്കിമോൾ അവിടെ സെൽഫി എടുക്കൽ ബിസിയാണ്. ഊബർ ബുക്ക് ചെയ്തപ്പോഴേക്കും കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എഴുതി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന്. പിന്നെ ഫോട്ടോ എടുക്കലായി പണി. ഇപ്പം നമ്മുടെ ഫോട്ടോഗ്രാഫർ മീനുമാണ് ഗൈസ്. പോസ്റ്റ് ചെയ്യുന്നത് ലിബിന BS. പിന്നെ എൻ്റർടൈനായി. പിന്നെ ഞാൻ 2-3 ഫോട്ടോസൊക്കെ അങ്ങ് എടുത്തു. നൈസ് ഇട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഊബർ ചേട്ടൻ എത്തി. ഞങ്ങളുടെ ഊബർ എത്തിയിരിക്കുകയാണ് ഗൈസ്. വീണ്ടും ഞങ്ങൾ ചെയ്ത അതേ ചേട്ടനാണ് വന്നേക്കുന്നത്. വീണ്ടും എവിടെ പോയാലും കുപ്പിയും കൊണ്ട് പോകുന്ന ചങ്ക് നിങ്ങൾക്കുണ്ടോ ഗൈസ്? ഗ്രീഷ്മ ഇവിടുത്തെ ഗ്രീഷ്മ ആൾക്കാർ കൊടുക്കുന്ന ഇല്ല, ഇവിടെ ഗ്രീഷ്മ ഇവിടെ കളിക്കിട്ടെന്നോ ഇതിനെ ഫുഡ് പോയിസൺ വല്ലതും പിടിച്ച് എന്നെ തലയിലാവുമല്ലോ. അതെ. അങ്ങനെ ഞങ്ങള് അങ്ങനെ ഞങ്ങള് ജയിൽ എത്താറായി ഗൈസ്. ഇനി വെറും 8 മിനിറ്റും കൂടി ഞങ്ങൾ ജയിലെത്താനായിട്ട്. എന്താണ് ജയിലിനെ പറ്റിയുള്ള അഭിപ്രായം എവിലി? നോ വേർഡ്സ്. സപ്തഗിരി ഹോസ്പിറ്റൽ ബുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കൂട്ടുകാരികളുണ്ടോ ഗൈസ്? ചേട്ടന് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ റീച്ച് ആയിട്ടുണ്ട് ഗൈസ്. അയ്യോ